ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 33-ാം വാക്യം. പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുൻപിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. പിതാവായ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിന് തടസ്സമായിട്ട് നിന്ന പത്രോസിനെ ഈശോ വിളിക്കുന്നത് എന്താണ്? സാത്താനെ എന്ന് പറഞ്ഞ അല്ലെ. സ്വർഗരാജ്യത്തിന്റെ താക്കോല് കൊടുക്കുന്നവനാണ്. സ്നേഹന്മാരിൽ പ്രധാനി, ഏറ്റവും പ്രധാനപ്പെട്ടവൻ. അവനെ ഈശോ വിളിക്കുന്നത് സാത്താനെ എന്നുകൊണ്ട്. എന്തുകൊണ്ടാണ് സാത്താനെ എന്ന് വിളിച്ച് പത്രോസിനെ ഈശോ മാറ്റി നിർത്തിയത്? കാരണം അവൻ തടസ്സം നിന്നു. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അവൻ പറയുകയാണ്, നിനക്ക് ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ദൈവപിതാവിന്റെ ഹിതം നിറവേറ്റുന്നതിന് തടസ്സം നിന്നതുകൊണ്ടാണ് പത്രോസിനെ സാത്താനെ എന്ന് വിളിച്ച് മാറ്റി നിർത്തുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമായിട്ട് നീ ചിന്തിക്കുന്നു. മാനുഷികമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് നീ ആരായിട്ട് മാറുന്നു? നീ സാത്താനായിട്ട് മാറുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ഈ ലോക ജീവിതത്തിലും ഇതേപോലെ സാത്താന്മാർ ഇഷ്ടം പോലെ വരാറുണ്ട് കേട്ടോ. ഒരുപക്ഷെ നമ്മളുമൊക്കെ ഈ സാത്താന്മാരായിട്ട് മാറുന്നുണ്ട്. നമ്മൾ ദൈവത്തിന്റെ ഹിതമനുസരിച്ച്, അവന്റെ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ പലരും വന്ന് നമ്മളെ കളിയാക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ട്. ദൈവഹിതത്തിന് തടസ്സം നിൽക്കുന്ന ഏതു വ്യക്തിയും എൻ്റെ മുൻപിൽ സാത്താനാണ്. ആ ഒരു തിരിച്ചറിവുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സാത്താന്മാരാകുന്നുണ്ട്. എപ്പോഴാണ്? മറ്റൊരുവൻ ദൈവഹിതം നിറവേറ്റാനായിട്ട് ആഗ്രഹിച്ചു പരിശ്രമിക്കുമ്പോൾ അവന് തടസ്സം നിന്നാൽ ഞാനും സാത്താനായിട്ട് മാറും. നമ്മളൊക്കെ സാത്താന്മാരായിട്ട് മാറേണ്ടവരല്ല. നമ്മളൊക്കെ ആരാണ്? ദൈവത്തിന്റെ മകനാ. ദൈവത്തിന്റെ മകനും മകളുമായിട്ട് ജീവിക്കേണ്ടവരാ. ദൈവത്തിന്റെ മകന്റെയും മകളുടെയും ഉത്തരവാദിത്വം എന്താ? മറ്റുള്ളവരെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റുക എന്നതല്ല, മറിച്ച് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുക എന്നുള്ളതാ. മറ്റുള്ളവർക്ക് ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളതാ. ഒരുപക്ഷെ നമ്മളൊക്കെ ഈ ഉത്തരവാദിത്തം മറന്ന് പത്രോസിനെ പോലെ പലപ്പോഴും മറ്റുള്ളവരോടുള്ള സ്നേഹത്തെ പ്രതി അവരുടെ ജീവിതത്തിൽ സഹനമുണ്ടാവരുത് എന്ന ഉദ്ദേശത്തോടുകൂടി മാനുഷികമായിട്ട് ചിന്തിച്ച് സാത്താന്മാരായിട്ട് മാറുക. സ്നേഹമുള്ളവരെ, ഉത്തരവാദിത്തം മറന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കണം. നമ്മൾ മറ്റുള്ളവരെ ദൈവത്തിൽ നിന്ന് അകറ്റേണ്ടവരല്ല, മറിച്ച് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കേണ്ടവർ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ദൈവത്തിന് തടസ്സമായിട്ട് നിൽക്കരുത്. എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും തടസ്സമായിട്ട് ദൈവഹിതം നിറവേറ്റുന്നതിന് തടസ്സമായിട്ട് വന്നാല് അവരെ മാറ്റി നിർത്താനായിട്ട് എനിക്ക് എത്ര വലിയ ആളായിക്കോട്ടെ. പത്രോസ് ആരായിരുന്നു അല്ലെ? സ്നേഹന്മാരിൽ പ്രധാനി, സ്വർഗരാജ്യത്തിന്റെ താക്കോല് കൊടുക്കേണ്ടവന്. പക്ഷെ അവനെ സാത്താനെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതുപോലെ എൻ്റെ ജീവിതത്തില് എത്ര പ്രധാനപ്പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ, പക്ഷെ ദൈവഹിതം നിറവേറ്റുന്നതിന് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ സാത്താനായി കണ്ട് മാറ്റി നിർത്താനായിട്ട് പറ്റണം. അതേപോലെ തന്നെ നമ്മളും സാത്താന്മാരായിട്ട് മാറരുത്. മാനുഷികമായിട്ട് ചിന്തിക്കേണ്ടവരല്ല നമ്മൾ ദൈവികമായിട്ട് ചിന്തിക്കണം. എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട്, ആ പദ്ധതി നിറവേറ്റാനായിട്ട്, മറ്റുള്ളവർക്ക് ആ ദൈവത്തെ പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട്, അങ്ങനെ യഥാർത്ഥ ദൈവമക്കളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.